ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഇഷിതയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. കാരണം ആദ്യം ഒരു കൊച്ചിൻ്റെ മൂക്ക് ഇടിച്ച് പരത്തിരിക്കുകയാണല്ലോ. അപ്പോൾ പ്രിൻസിപ്പളിനോട് പരാതിയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിൻസിപ്പൾ എടുത്ത് വായിക്കും, ഇനി ഈ കുട്ടിയെ ഈ സ്കൂളിൽ വെച്ച് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. ഇത്രയ്ക്കും ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കുട്ടിയെ എങ്ങനെ ഞങ്ങളിവിടെ പഠിപ്പിക്കുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചനയാണെങ്കിൽ, സർ, എൻ്റെ മോൻ അങ്ങനെ അനാവശ്യമായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. അവനോട് ചോദിച്ചു നോക്കുക സർ. ഇവരുടെ മകനാണ് എൻ്റെ മകനെതിരെ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. ചോദിച്ചു നോക്ക്. അല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിൻസിപ്പൽ സർ. കിരൺ കഴിച്ച ആ ചോക്ലേറ്റിൻ്റെ കവർ മുഴുവനും എൻ്റെ മകൻ്റെ ബാഗിലേക്ക് കുത്തി തിരികെ വെച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യാവോ സർ? വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമാണോ എൻ്റെ മകൻ്റെ ബാഗ്? അതൊന്നും കൂടി ഒന്ന് ചിന്തിച്ച് നോക്ക്. അങ്ങനെ രചനയും അതേപോലെ തന്നെ ഇവരും കൂടി ഇങ്ങനെ പറയാ, എൻ്റെ മകൻ അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം കിരണിൻ്റെ അമ്മയാണെങ്കിൽ അതൊന്നല്ല ചെയ്തത്, എൻ്റെ മകൻ്റെ മൂക്കിടിച്ച് പരുത്തുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പിള്ളേരൊക്കെ എങ്ങനെ ജീവിക്കാനാണ് സാർ എന്നൊക്കെ കിരണിൻ്റെ അമ്മയും പറയുകയാണ്. അപ്പം എല്ലാ കുറ്റങ്ങളും അല്ലെങ്കിലും എൻ്റെ മകൻ്റെ നേർക്ക് ഒപ്പിക്കാനാണല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. അപ്പോൾ നമ്മുടെ സർ, അതല്ല സാർ, പക്ഷേ വേറൊരു സംഭവം കൂടി ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മൂക്ക് ഇടിച്ച് പരത്തിയത്. അപ്പോൾ നമ്മുടെ ആകാശ് അവനോട് ചോദിക്കാൻ പാടില്ലാത്ത കുറേ ചോദ്യങ്ങളാണ് ഇവരുടെ മകൻ ചോദിച്ചത്. നിനക്ക് രണ്ടച്ഛനുണ്ടോടോ എന്ന്, നീ രണ്ടച്ഛനായിട്ടല്ലേടാ വരുന്നതെന്നൊക്കെ ഒരു ആൺകൊച്ചിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാർ എങ്ങനെയാണ് സഹിക്കുന്നത്? ഒന്ന് സാറിന്ന് ആലോചിച്ച് നോക്ക് സാർ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ഒരു കാരണവുമില്ല. ആകാശേ, നിങ്ങളെന്താ മകന് വളം വെച്ച് കൊടുക്കുകയാണോ? സാർ, എൻ്റെ മകൻ ആൺകുട്ടിയാണ്. അവൻ ആ ചെയ്ത പ്രവൃത്തിയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം അവനോട് വേണ്ടാത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ മൂക്കിടിച്ചു പരത്തി. അത്രയല്ലേ എൻ്റെ മകൻ ചെയ്തോളൂ. കൊള്ളാം, നല്ല പേരൻസ്. ഇപ്പോഴും അവൻ ചെയ്ത തെറ്റിനെ നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ അവനെ തിരുത്തുകയല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെപ്പോലുള്ളൊരു പേരൻസിൻ്റെ കൂടെ ഇവൻ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ക്രിമിനൽ സ്വഭാവമുള്ളൊരു കുട്ടി തന്നെ ആകുവൻ. ഇത് നമ്മൾ പ്രിൻസിപ്പളാണെങ്കിൽ ഇനി ഈ കുട്ടിക്ക് ഈ സ്കൂളിൽ പഠിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല. TC തന്ന് പറഞ്ഞു വിടുക, അതുമാത്രമേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ. പിന്നീട് ഒന്നും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ ഇത് മഹേഷിനായ സങ്കടം തോന്നി. അപ്പം മഹേഷാണെങ്കിൽ, സാർ, ദയവ് ചെയ്ത് എൻ്റെ മകൻ ഇവരുടെ മകനോട് ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. ആദിക്ക് വേണ്ടി ഞാൻ ഇവരോട് മാപ്പ് ചോദിക്കുന്നു. ഇനി മേലാൽ അത്തരത്തിലുള്ള പ്രവൃത്തിയൊന്നും എൻ്റെ മകൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല സാർ. ഊട്ടിയിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് ആദി. അവനെക്കുറിച്ച് അവിടെയുള്ള സാറുമാർക്കും ടീച്ചർമാർക്കും ഒക്കെ നല്ല അഭിപ്രായങ്ങളാണ്. അവനെക്കുറിച്ച് മോശം അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. ഇവനിതെന്തോ കയ്യബദ്ധം പറ്റിയതാണ് സാർ. ദയവ് ചെയ്ത് അവൻ്റെ മേലിൽ കംപ്ലൈൻറ്റ് എടുക്കരുത് സാർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദി, നിങ്ങളൊന്ന് പുറത്തേക്ക് പോ എന്ന് ആ കൊച്ചിനോട് പറയുക. അങ്ങനെ ആദ്യം പുറത്തേക്ക് പോവുകയും ചെയ്യാണ്. പിന്നെ മഹേഷേ, താൻ പറഞ്ഞ കാര്യങ്ങളും മുഴുവനും ശരി തന്നെയാണ്. നമ്മൾ വളരുന്ന ഓരോരോ സാഹചര്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ മക്കളും വളരുള്ളൂ. നമ്മൾ ചെയ്യുന്നത് എന്താണോ അതാണ് അവർ കണ്ടുപഠിക്കുന്നത്. ആ ഒരു പ്രവൃത്തിയിലൂടെ അവർ വളരുള്ളൂ. പക്ഷേ അവരെ തിരുത്തേണ്ടത് നമ്മളുടെ ഒരു കടമയും കൂടിയാണ്. ഈ കൊച്ചിന് ഇങ്ങനൊരു ആപത്ത് സംഭവിച്ചു. ഇനി വേറൊരു കുട്ടിക്ക് നേരെയും ആദി ആക്രമണം കാണിക്കില്ലെന്ന് ആര് കണ്ടു? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരണിൻ്റെ അമ്മയും അച്ഛനും ആണെങ്കിൽ, കാരണം അമ്മയാണെങ്കിൽ ഇഷിതയുടെ കൂട്ടുകാരിയാണല്ലോ, അപ്പം ഇഷിത കുറേ കാര്യങ്ങളെല്ലാം ഈ അമ്മയോട് പറഞ്ഞും വിട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയച്ഛനാണെങ്കിൽ, സാറേ, ഈ പ്രാവശ്യത്തേക്ക് വെറുതെ വിട്ടേര് സാറേ. കാരണം ഞങ്ങൾക്കൊരു പരാതിയില്ല. കാരണം ഈ സ്കൂളിൽ നിന്ന് ആദ്യം പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടില്ല. അവൻ്റെ ഭാവി നശിച്ചു പോകും. ഞങ്ങളായിട്ട് എന്തിനാ ഒരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കുന്നത് സാറേ? അതുകൊണ്ട് ഞങ്ങൾ ഈ പരാതി പിൻവലിച്ചിരിക്കുകയാണ്. ആദിക്കെതിരെ ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. ആ കുട്ടി ഇവിടെ തന്നെ പഠിച്ച് അതിന് നല്ലൊരു ഭാവി കിട്ടട്ടെ എന്ന് ഈ കിരണിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിൻസിപ്പളിന് ഭയങ്കര സന്തോഷം. കണ്ടോ, നിങ്ങളെപ്പോലെ ആയിരിക്കണം പേരൻസ്. ഒരു കുട്ടിയുടെ ഭാവി ജീവിതം നോക്കിയിട്ട് തന്നെ നിങ്ങളോട് മകനോട് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നില്ലേ? അതാണ് പേരൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടു പഠിക്കുക ഇതേപോലുള്ള പേരൻസിനെ. അല്ലാതെ
കൊച്ചൊരു തെറ്റും ചെയ്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചെയ്തത് മുഴുവനും നല്ല കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വലിയൊരു വില്ലനായി തന്നെ തീരും. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു വർത്തമാനം കേട്ട് തന്നെ ഏതായാലും തൽക്കാലത്തേക്ക് ഞാൻ ആദിക്കെതിരെയുള്ള പരാതിയൊന്നും ഇതാകുന്നില്ല. ശരി, അവൻ സ്കൂളിൽ തന്നെ പഠിക്കട്ടെ, പഠിച്ച് നല്ല രീതിയിൽ തന്നെ വളരട്ടെ എന്ന് പറയുക. അങ്ങനെ നമ്മുടെ ആകാശിനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ ആകെ ചമ്മി നാറിയൊരു അവസ്ഥയിൽ ഞാൻ നിന്ന് പോവുകയാണ്. ശരി സാർ, എന്നാൽ ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവാം. ഇന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് മഹേഷ് ആണെങ്കിൽ ഈ കിരണിൻ്റെ അച്ഛനും അമ്മയോട് ഒരുപാട് നന്ദി പറയുകയാണ്. നിങ്ങൾ കാരണമാണ് എൻ്റെ മകൻ രക്ഷപ്പെട്ടത്, ഈ ഒരു പരാതി പിൻവലിച്ചല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. ഇത് കേട്ട ഈ കിരണിൻ്റെ അച്ഛൻ പറയാണ്, ഇതാരാന്നറിയാവോ? ഇഷിതയുടെ കൂട്ടുകാരിയാ. ഇഷിത ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നായിരുന്നു. ഇനി ഇഷിതയെ പോലൊരു അമ്മയാണ് ആദിക്ക് ശരിക്കും വേണ്ടത്. അവളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദി നല്ല സ്വഭാവം പഠിക്കും, നല്ല സ്വഭാവത്തിനുള്ളൊരു സർട്ടിഫിക്കറ്റ് അവന് കിട്ടും. ഏതൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ആദിയും രചനയും അതേപോലെ തന്നെ മഹേഷും കൂടി പുറത്തേക്ക് ഇറങ്ങിയ അവൻ്റെ പെർഫോമൻസ് കണ്ടില്ലേ? ആദിയെ കൈയിലെടുക്കാനുള്ള എല്ലാ തന്ത്രപ്പാടും ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ ഓരോ അഭിനയങ്ങളെല്ലാം അഭിനയിച്ച് കൂട്ടുകയായിരുന്നു. എന്നിട്ട് നിന്റെ മനസ്സ് മാറ്റിയെടുക്കാനാണ് ആദി എന്ന് ആകാശ് പറയുക. കഴിഞ്ഞപ്പോഴേക്കും അയാൾ എൻ്റെ ആരുമല്ല, അയാൾ എന്ത് പറഞ്ഞാലും എനിക്ക് തന്നെ കുഴപ്പം. ഞാൻ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് എൻ്റെ ഇപ്പോഴും വിശ്വാസം. അല്ലാതെ എനിക്കൊരു യാതൊരു പ്രശ്നവുമില്ല. അയാൾ എൻ്റെ സ്കൂളിൽ മാറ്റണമെങ്കിൽ മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ മഹേഷ് വരിക. മഹേഷ് ആണെങ്കിൽ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ഇത് കേട്ട ആദ്യമാണെങ്കിൽ എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ കൂടുതൽ ഷോ കാണിക്കാൻ നിൽക്കണ്ട. ഇനി നിങ്ങൾ പറഞ്ഞിട്ട് എന്നെ ഈ സ്കൂളിൽ ചേർക്കാൻ വേണ്ട. അയാൾ ഫീസ് തന്ന് വിടട്ടെ. പക്ഷേ എന്നാലും നിങ്ങളുടെ അടുത്ത് അടുക്കുന്ന പ്രശ്നമില്ല എന്നിങ്ങനെ ആദ്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുക. അപ്പോൾ ആദ്യയുടെ വർത്തമാനമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രജനിയും സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഭാര്യ എൻ്റെ മകനെയും കൂടി തട്ടിയെടുക്കുമെന്നാണല്ലോ പറയുന്നത്. പക്ഷേ നടക്കാൻ പോകുന്നില്ല. ഈ രചനയാണ് ചിപ്പിയെ നൊന്തു പ്രസവിച്ചത്. അതുകൊണ്ട് അവൾക്ക് മേലുള്ള അവകാശം മുഴുവനും എനിക്കാണ്. അതിൽ ആരും കൈ കെടുത്താനായിട്ട് നോക്കണ്ട. ഞാനതിന് സമ്മതിക്കത്തുമില്ല. അവള് ഓരോ ആണുങ്ങളെ കാണുമ്പോൾ വളച്ചെടുക്കുകയാണല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷും നല്ല തക്ക മറുപടി കൊടുക്കുകയാണ്. ആരാണ് എന്താണ് കാണിച്ചതെന്നൊക്കെ ഇവിടെ ശരിക്കും അറിയാം. നിങ്ങൾ കൂടുതൽ വേഷം കെട നിൽക്കരുത്. അവിടെ പലതും നടക്കുന്നുണ്ടെന്നും ഞങ്ങൾക്കും അറിയാം. അങ്ങനെ ഇഷിതയെക്കുറിച്ചുള്ള അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പോവുക. അപ്പോൾ രചന പോയി കഴിഞ്ഞപ്പോഴേക്കും ആകാശ് നേരെ നമ്മുടെ മഹേഷ് നേരെ ചാടി കയറി സംസാരിക്കണേടാ, നിന്റെ മകനെയും ഞാൻ തട്ടിയെടുത്തു, ഇനി നിന്റെ മകളെയും ഞാൻ തട്ടിയെടുക്കും. ഇനി ഈ ആകാശിൻ്റെ സംരക്ഷണയിൽ വളരട്ടെ അവര്. നിൻ്റെതെല്ലാം ഇനി ഞാൻ സ്വന്തമാക്കുമടാ. അതാണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇത് കേട്ട് നമ്മുടെ മഹേഷിന് കലി വരികയാണ്. എടാ, എൻ്റെ ജീവിതത്തിൽ കയറി നീ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും. ഒന്ന് പോടാ. നിന്റെ വീമ്പൊക്കെ അവിടെ. നിന്നെ തകർക്കാൻ കിട്ടുന്ന ഓരോ അവസരവും ഞാൻ പാഴാക്കില്ലടാ മഹേഷേ. എടാ, നിനക്കെപ്പോഴും എൻ്റെ എച്ചിൽ തിന്നാനാടാ ഗതി. അല്ലെങ്കിൽ നേരത്തെ മുതൽ അങ്ങനെ തന്നെയാണ്. പോടാ എന്നും പറഞ്ഞുകൊണ്ട് ആകാശും അതേപോലെ തന്നെ മഹേഷും കൂടി ഭയങ്കര തർക്കം. മഹേഷ് ആണെങ്കിൽ നല്ല തക്ക മറുപടിയും ഇവന് കൊടുത്തിട്ട് ഇവനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ ചിപ്പിയാണെങ്കിൽ ആകെ സങ്കടത്തിലാണ്. ഇനി ആദ്യേട്ടൻ ഇവിടെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ചിപ്പിയുടെ കൂട്ടുകാരത്തിൽ നിന്ന് പറയുകയാണ്, അതെ ചിപ്പി അറിഞ്ഞോ, നിന്റെ ഏട്ടനെ വെറുതെ വിട്ടു. ഏട്ടൻ ഇവിടെ നിന്ന് TC ഒന്നും പറഞ്ഞ് വിടില്ല. ആണോ? ആരാ നിന്നോട് പറഞ്ഞത്? ടീച്ചർ എന്നോട് പറഞ്ഞത്. ആദ്യേട്ടനെ ആ കിരണിൻ്റെ അച്ഛനമ്മയില്ലേ, പരാതിയെല്ലാം പിൻവലിച്ചു എന്ന്. അതുകൊണ്ട് ആദ്യേട്ടൻ ഈ സ്കൂളിൽ നിന്ന് പോകുന്നില്ല, ഇനി ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അങ്ങനെ ചിപ്പി ആദ്യയെ കാണാനായിട്ട് പോവുകയാണ്. ആദ്യേട്ടാ, എന്തിനാ ആ കൊച്ചിൻ്റെ മൂക്കിലിട്ട് ഇടിച്ചത്? അതിൻ്റെ ആവശ്യം വല്ലതൊന്നും ഉണ്ടായിരുന്നോ? ഞാൻ ഇടിച്ചതേ കാരണം ഉണ്ടായിട്ട് തന്നെയാണ്. രണ്ടച്ഛനാണോ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടിച്ചത്. അല്ല, അവൻ ചോദിച്ചതിൽ എന്താ തെറ്റ്? എന്തിനാണ് അയാൾ കൂടെ വരുന്നത്? അമ്മ മാത്രം വന്നാൽ പോരെ? അമ്മ മാത്രം ഇവിടെ നിന്നാൽ പോരെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ല, എന്തിനാണ് ഡാഡി വരുന്നത്? അതിൻ്റെ കാര്യമില്ലല്ലോ. എനിക്ക് അയാളെ അംഗീകരിക്കാനായിട്ട് പറ്റില്ല.
എൻ്റെ ആരുമല്ല അയാൾ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചിപ്പിക്കാകെ സങ്കടമായി. ചിപ്പി ആദിയേട്ടൻ അയാളെ ഇഷ്ടമല്ല, ഡാഡിയല്ല എൻ്റെ ഡാഡി എന്ന് പറഞ്ഞാലും നമ്മൾ രണ്ടുപേരുടെയും ഡാഡി ആ ഡാഡി അല്ലാതെ ആകുമോ ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചാണെങ്കിൽ ആകെ സങ്കടത്തിൽ പറയുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഈ കാര്യം പറഞ്ഞുകൊണ്ട് നീ എൻ്റെ ഇനി മുന്നിൽ വരാൻ നിൽക്കരുത് എന്നും പറഞ്ഞ് ആദ്യം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കഴിക്കുന്ന ആഷിതയാണ്. അപ്പോൾ ആഷിതയുടെ കൊച്ചിന് ഭക്ഷണം എല്ലാം കൊടുക്കുക സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം ചോദിക്കുകയാണ്. അമ്മ ഞാൻ വിചാരിച്ചത് ആദ്യേട്ടനെ പറഞ്ഞു വിടുമെന്നാ, പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ടീച്ചറാണെങ്കിൽ എല്ലാം ക്ഷമിച്ചു, കൂടെ നിർത്തി. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന ആർക്കറിയാം. ആ കൊച്ചിൻ്റെ മുഖം ഇടിച്ച് പരത്തുകയായിരുന്നില്ലേ. ഹോസ്പിറ്റലൊക്കെ തന്നെ ആയിരുന്നു. തിടഞ്ഞപ്പോഴും ദൈവം ഈ കുട്ടി എന്താണ് ഇങ്ങനെ ആയി പോകുന്നത്. അപ്പോൾ വരുന്നു നമ്മുടെ ഈ ആഷിതയുടെ അമ്മായിയമ്മ. അപ്പോൾ ആഷിതയുടെ അമ്മായിയമ്മ ചോദിക്കുകയാണ്, എന്താണ് സ്കൂളുണ്ടായത്, ആരുടെ മൂക്കിടിച്ച് പറ്റിയ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആഷിത പറയുന്നുണ്ട്, മോനെ നീ പറയല്ലേ, നീ മിണ്ടാതിരുന്നോളന്ന്. പക്ഷേ ഈ കൊച്ചതൊന്നും കേട്ടൊന്നുമില്ല. അപ്പോൾ ഈ കൊച്ചാണെങ്കിൽ അതേ അച്ഛമ്മേ, ഇന്ന് സ്കൂളിൽ വലിയൊരു സംഭവം ഉണ്ടായി. ആദ്യേട്ടൻ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് തുടങ്ങിയതാ. കാരണം ആദ്യേട്ടനെ ഒരു കുട്ടിയുടെ മൂക്കിടിച്ച് പരത്തി. എന്തിനാണെന്നറിയാമോ? നിനക്ക് രണ്ടച്ഛനല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആകെ സന്തോഷം തോന്നി. ആഹാ, കൊള്ളാം, നല്ല സംസാരമാണല്ലോ സംസാരിക്കുന്നത്. നിന്റെ അനിയത്തിക്ക് വേറെ തൊഴിലൊന്നുമില്ലല്ലോ. ഇനിയും നിന്റെ അനിയത്തിക്ക് തിരിച്ചടി കിട്ടാൻ പോകുന്നേ ഉള്ളൂ. കാരണം നിന്റെ അനിയത്തി ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. അത് വളർന്ന് വലുതായി ഒരു കല്യാണമൊക്കെ ആയി കഴിയാൻ നേരത്ത് ആ കല്യാണ സമയത്ത് പോലും നിന്റെ അനിയത്തി ഒരു പരിചയക്കാരനെ പോലെ അവിടെ പോയിരുന്ന് ചുമ്മാ ഭക്ഷണം കഴിക്കേണ്ട ഒരു ഫോട്ടോ എടുക്കാൻ പോലും വിളിക്കില്ല. എപ്പോഴും രചനക്ക് തന്നെയായിരിക്കും അവിടെ സ്ഥാനം. കാരണം ആ കുട്ടിയെ നൊന്ത് പ്രസവിച്ചത് രചന തന്നെയാണ്. പ്രസവിക്കാത്ത നിന്റെ അനിയത്തിയോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഈ തള്ള അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ആഷിത പറയണ, നീ എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം പറയാൻ പോയത്? അതെനിക്കറിയാമായിരുന്നോ ഈ കാര്യം പറയണോ വേണ്ടെന്നൊക്കെ. ഏതായാലും സാരമില്ല, നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നവിടെ പറയുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ ആകാശ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ചിന്തിക്കുകയാണ്. നിന്റെ 2 മക്കളെയും ഞാൻ എൻ്റെ കൈവെള്ളയിലാക്കും എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ വരുന്നു ഇഷിത. അപ്പോൾ ഇഷിതയാണെങ്കിൽ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, എനിക്കറിയാം ആദിയുടെ കാര്യമല്ലേ, പേടിക്കണ്ട, ആദിയുടെ മനസ്സ് മാറ്റിയെടുക്കുമെന്ന് ഞാനല്ലേ വാക്കുന്നത്. ഇല്ല ഇഷിത, ഇനി സാധിക്കില്ല. കാരണം ഒരുപക്ഷെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ആദ്യം സ്നേഹിക്കുമായിരിക്കും. പക്ഷേ എന്നെ ഒരിക്കലും ആദ്യം സ്നേഹിക്കാനായിട്ട് പോകുന്നില്ല. അതേപോലെയാണ് ആ രചനയും അതേപോലെ തന്നെ ഈ ആകാശം കൂടി അവൻ്റെ മനസ്സിലേക്ക് എന്നെക്കുറിച്ചുള്ള വിഷങ്ങൾ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പറയുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുക. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.